കുറെ കാലമായിട്ട് നിന്നെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിട്ട് ഇന്നാണ് ആഗ്രഹം സാധിച്ചു കേട്ടാ. അത് മാത്രമല്ല സുമാറിന്റെ അച്ഛനെ കാണാമല്ലോ. പിന്നെ നിങ്ങളെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മകനിപ്പോ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നു, മറ്റേ ഇളയാള് പഠിക്കുന്നു. ഓ എൻ്റെ മക്കളൊക്കെ വളർന്നു. ഒരാൾ ആനിമേഷൻ പഠിക്കുന്നു, ഒരാൾ ഹയർ സെക്കൻഡറി പഠിക്കുന്നു, പിന്നെ ഒരാൾ 7 പഠിക്കുന്നു. അടുത്ത് എൻ്റെ പുസ്തകം അമൃത സ്മൃതികളാണ്, പ്രഭാത് ബുക്ക് ഹൗസാണ് പ്രസിദ്ധീകരിക്കുന്നത്. അത് ഈ മാസം തന്നെ ആ പുസ്തകം പ്രസിദ്ധീകരിക്കും. എനിക്കൊരു വലിയൊരു ആഗ്രഹം, ഈ ഇപ്പോൾ പുതിയ ഇറങ്ങാൻ പോകുന്നില്ല പുസ്തകം, അത് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്കതൊന്ന് വായിക്കണം. അത് എനിക്കൊരു ആഗ്രഹമാണ്, തരുമെന്ന് വായിക്കാൻ. പിന്നെ നിന്റെ സോഷ്യൽ വർക്ക് എങ്ങനെയുണ്ട്? ഇപ്പോഴും തോന്നുന്നു സോഷ്യൽ വർക്ക് ഇപ്പം എഴുത്തുന്ന, പിന്നെ അച്ഛനെ പരിചരിക്കുക, അച്ഛനെ സ്നേഹിക്കുക, അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ 7 പുസ്തകം പബ്ലിഷ് ചെയ്തു. യൂട്യൂബിന് വേണ്ടിയിട്ട് വീഡിയോകൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു പത്രത്തിന്റെ ഇടയ്ക്കൊരു ചാറ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറക്കിയല്ലോ. ശരിയാണല്ലേ, ഞാൻ വായിച്ചിട്ടുണ്ടത്. കുങ്കുമത്തയ്യനാരേ തെയ്തൈ കുങ്കുമം പവരി പെണ്ണെ തെയ്തൈ ഞാൻ കേട്ടാലും കേളടിയേ തെയ്തൈ കുങ്കുമം പവരി പെണ്ണെ തെയ്തൈ ഞാൻ തന്നെ പോനടിയേ തെയ്തൈ പീലിക്കുട്ടിക്കും പോനെയെന്ന മലമൂർത്തിക്ക് തെയ്തൈ പീലി വിളയാട്ടം കാണണമെന്നും തെയ്തൈ കുങ്കുമത്തയ്യനാരേ തെയ്തൈ കൊല്ലൻ്റെ പോനി പോലോ കുങ്കുമത്തയ്യനാരേ തെയ്തൈ കുങ്കുമം പവരി പെണ്ണേ. പിന്നെ അതിൽ ആദിച്ചൻ്റെ അപ്പനെ കുറിച്ചൊരു പറയുന്നൊരു ഭാഗമുണ്ടല്ലോ, അതൊന്ന് വായിച്ചാടാ. ആദിച്ചൻ്റെ അപ്പൻ ഉറക്കമെണീറ്റ് ആ പന്തലിച്ച നെല്ലിമര ചുവട്ടിൽ ചെന്നിരിക്കുകയാണ്. കൂനിക്കൂടിയാണ് ഇരിപ്പ്. തുണി കൊണ്ട് മേല് മൂടി പുതച്ചിരിക്കുന്നു. നെല്ലിമരത്തിൽ കാറ്റ് വീശുന്നു. മരത്തിൻ്റെ ശിഖരങ്ങളിലേക്ക് 2 അണ്ണാരക്കണ്ണന്മാർ ഒച്ച വെച്ച് ഓടിക്കയറുന്നു. മരച്ചുവട്ടിലും പ്രഭാത സൂര്യൻ്റെ ഇളം രശ്മികൾ പതിക്കുന്നുണ്ട്. ആദിച്ചൻ്റെ അപ്പന് ആ മരച്ചുവട്ടിനോട് അതിരറ്റ അടുപ്പമുള്ളതുപോലുണ്ട്. വേലയെടുക്കാൻ കഴിയാതായതിൽ പിന്നെ പകൽ നേരങ്ങളിൽ അവിടെയാണ് ഇരിപ്പും കിടപ്പും. അദ്ദേഹത്തിൻ്റെ കുടിലിനരികിൽ ആ നെല്ലിമരത്തിന് പിന്നിലാണ് പാട്ടപ്പുരയും. അതിൻ്റെ ഒരു വശം ചരിഞ്ഞു പോയിരിക്കുന്നു. ഈറ്റയിലമേഞ്ഞ പാട്ടപ്പുര കാണിയിൽ മൂട്ടുകാണിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കൂടാനുള്ളതാണ്. ആദിച്ചൻ്റെ അപ്പൻ മരച്ചുവട്ടിൽ ആ പാട്ടപ്പുരയിലേക്ക് നോക്കിയിരുന്ന് അതീതകാലത്തെ കാണിയുടെ സമൃദ്ധിയെക്കുറിച്ചും മൂട്ടുകാണി എന്ന നിലയിൽ കാണിയുടെ മേൽ തനിക്കുണ്ടായിരുന്ന സുദൃഢമായ അധികാരത്തെക്കുറിച്ചും ചിന്തിക്കാറുണ്ട്. വർത്തമാനകാലത്തുണ്ടായ വൃദ്ധിക്ഷയത്തെക്കുറിച്ചും പങ്കപ്പാടുകളെക്കുറിച്ചും അധികാരത്തിനേറ്റ തിരസ്കരണങ്ങളെക്കുറിച്ചും വല്ലായ്മപ്പെടാറുണ്ട്. ആദിച്ചനെ കണ്ടിട്ട് നെല്ലിമര ചുവട്ടിൽ മൂടിപ്പൊതിച്ചിരുന്ന അപ്പൻ ചോദിച്ചു, വിള ചീച്ചിനതൊക്കെ ചീതങ്കൻ വരുന്നില്ലയാ? ചീതങ്കൻ തമ്പിക്ക് പെണ്ണു പറഞ്ഞാൽ പോനു പോലും. രാവ് നീങ്ങി ഉഷസ്സായി. നാഴികൾക്ക് മുമ്പുണ്ടായിരുന്ന ഇരുണ്ട കമ്പളം എങ്ങോ ഊർന്നു പോയിട്ട് ധരണി പതുക്കെ പൊൻവെളിച്ചത്തിൻ്റെ പുതുമേലാട ധരിച്ചിരിക്കുന്നു. തനൂജ നിദ്ര വിട്ട് എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി വന്ന് മുറിയിലെ ജനാലകൾ തുറന്നിട്ട് നിലത്ത് ബെഡ്ഷീറ്റ് വിരിച്ച് അതിൽ നിന്ന് സൂര്യ നമസ്കാരത്തിന് ശേഷം യോഗാസനങ്ങൾക്ക് തുനിഞ്ഞു. 2 വർഷം മുമ്പ് ഹോസ്റ്റലിനടുത്തുള്ള പ്രകൃതി ചികിത്സാ യോഗ സെൻ്ററിൽ ചെന്ന് സായാഹ്നങ്ങളിൽ പരിശീലിച്ചതാണ്. അവൾ പത്മാസനത്തിലേക്കും കടന്നു. കാലുകൾ നീട്ടി നിവർന്നിരുന്ന് വലതുകാൽ മുട്ടും മടക്കി പാദം ഇടതുടയിൽ കയറ്റിവെച്ച് ഇടതുകാലിൻ്റെ മുട്ടും മടക്കി പാദം വലതുകാലിൻ്റെ തുടയിലും കയറ്റിവെച്ച് നട്ടല് നിവർന്നിരുന്നു. പത്മാസനത്തിൽ ഏകാഗ്രത ചിത്തയായി തെല്ലുനേരം അവൾ ധ്യാന നിമഗ്നയായിട്ടുമിരുന്നു. ഫ്ലവേഴ്സ് ചാനലിലെ പ്രധാന നടനാണ് ഇതായിരിക്കുന്നത്. പ്രധാന നടനൊന്നുമല്ല, ചെറിയൊരു കണ്ടിന്യൂറ്റി വേഷം കിട്ടി. എന്നാലും പിന്നെ നമ്മുടെ കൂട്ടുകാരൻ ശിവകുമാറിൻ്റെ
കഴിവുകൊണ്ടാണ് എനിക്ക് കിട്ടിയത്. ആ. പിന്നെ നമുക്ക് നമ്മുടെ ഈ ബേക്കപ്പ് പ്രൊഡക്ഷൻ്റെ പേരിൽ ഞാൻ പൈസ മുടക്കാം, നീ ഒരു കഥ എഴുതി ഡയറക്ഷൻ ചെയ്യും, ഒരു ഷോർട്ട് ഫിലിം അതിനെന്താ ചെയ്യാല്ല. അതല്ല നിനക്ക് സിനിമയാണ് എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലേ അവൻ മുടക്കും പൈസ. ഞാൻ എവിടുന്ന് അവൻ ലക്ഷങ്ങൾ മുടക്കുന്നേ. വലിയ ചതിയായി കേട്ടാ. അത് പോട്ടെ. മറ്റേ തീർത്ഥകോടി നോവലില് നീ ഇത്രയും വളരെ ആഴത്തിൽ ആത്മീയതയെക്കുറിച്ചും ദൈവവിശ്വാസങ്ങളെക്കുറിച്ചും മിത്തുകളെക്കുറിച്ചൊക്കെ ഇതിങ്ങനെ എവിടെ നിന്ന് നിനക്ക് അതിൻ്റെ ഊർജം കിട്ടി, അല്ലെങ്കിൽ ആ ഒരു അറിവുകൾ പകർന്നു കിട്ടി ഇങ്ങനെ എഴുതണം? അതെങ്ങനെ? ഞാനിങ്ങനെ മുമ്പ് ആശ്രമങ്ങളും ഗുരുക്കന്മാരും അവരുടെയൊക്കെ പിന്നാലെയായിരുന്നു കുറേ കാലം. അങ്ങനെ ഒരു നീണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു അക്ഷരവിശ്വാസി എന്ന് വേണമെങ്കിൽ എന്നെ പറയാം. അക്ഷരപുരുഷൻ, അക്ഷരബ്രഹ്മം എന്നൊക്കെ ഉപനിഷത്തുകളിലൊക്കെ പറയുന്നുണ്ട്. ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് ആദിയിൽ വചനം ഉണ്ടായി, പിന്നെ വാക്കുകളാണ് ആത്മാവെന്ന് ഉപനിഷത്തുകൾ പറയുന്നുണ്ട്. ഖുറാനിൽ പറയുന്നുണ്ട് വായിക്കൂ എന്നാണ് ഖുറാൻ പറഞ്ഞത്, തുടങ്ങുന്നത്. അപ്പം അക്ഷരവിശ്വാസി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിലാണ് കൂടുതൽ അക്ഷരങ്ങളിലൂടെ ആത്മീയതയിലേക്ക് അക്ഷരമാണല്ലോ അതിലെ ഈ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ എഴുതാൻ തോന്നിയതും കൂടുതൽ വായിക്കാൻ തോന്നിയതും അക്ഷരവിശ്വാസി. എപ്പോഴാണ് ഇത് എഴുതാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നത്? അത് ഒരുപാട് വായിച്ചു. ഞാൻ പറഞ്ഞില്ല, ആശ്രമങ്ങൾ തോറും പിന്നെ ഗുരുക്കന്മാരെ തേടി നടന്നു. നമ്മൾ എന്തെങ്കിലും അനുഭവങ്ങളെ ഓർത്തിരുന്നിട്ടാണോ, അതിൽ നിന്നാണ് ഈ എഴുത്ത് വരുന്നത്? ഞാൻ ആദ്യമായിട്ട് നോവൽ എഴുതിയത് പിന്നെ അത് വളരെ ദൂരം, മൂന്നാറിൽ നിന്ന് 45 കിലോമീറ്റർ കാട്ടിലൂടെ സഞ്ചരിക്കുന്നു. അവിടെ വട്ടവട, കോവിലൂർ, പഴത്തോട്ടം എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ സന്ദർശിച്ച് അവരെ കുറിച്ചാണ് ആദ്യത്തെ നോവൽ എഴുതിയത്. അത് 10-30 വർഷത്തിന് മുമ്പാണ്. അപ്പം ഇതുപോലെ യാത്രകളിൽ നിന്ന് കിട്ടിയ ഒരുപാട് എഴുതാൻ വേണ്ടിയിട്ട് യാത്രകൾ, വായനാനുഭവം, പിന്നെ അല്ലാത്ത അനുഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. ജീവിതാനുഭവങ്ങൾ വേറെ തന്നെ ഇഷ്ടം പോലെ, നല്ലതും മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പം ഞാനും അച്ഛനും തനിയാണ് ഇവിടെ താമസിക്കുന്നത്. അച്ഛനും അത്ര അസുഖക്കാരനൊക്കെയാണ്. അച്ഛനെ സ്നേഹിക്കുക, അച്ഛനെ ശുശ്രൂഷിക്കുക, അങ്ങനെയൊക്കെ ജീവിക്കുക. അതിലും വലിയ സുഖമുണ്ട്, സന്തോഷമുണ്ട്. അതല്ലേ, അങ്ങനെയല്ലേ? അങ്ങനെ ഒരു കാഴ്ചപ്പാടും ഉണ്ട്. അങ്ങനെ ഉള്ള ജീവിതങ്ങളാണ്. നീ തീർത്ഥകോടിക്കകത്ത് ഈശ്വര വിശ്വാസത്തെക്കുറിച്ച് നീ നല്ല വർണ്ണിച്ചിട്ടുണ്ടല്ലോ. അത് നീ എങ്ങനെ ഇത്രയും നല്ല വർണ്ണിക്കാനുള്ള ഒരു ഇത് തോന്നിയത്? എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഈ ലോകത്തിലെ സകല ചരാചരങ്ങളോടും നന്ദിയും സ്നേഹവും ഉള്ളവനായിരിക്കുക. ലോകത്തോട് നന്ദിയുള്ളവരായിരിക്കുക എന്ന് പറയുന്നത് നാം ലോകത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ യുദ്ധം ചെയ്ത് എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള വിജയങ്ങൾ, ഇതിലൊക്കെ എന്ത് അർത്ഥമാണുള്ളത്? എല്ലാവരോടും നന്ദിയുള്ളവരായിരിക്കുക, ലോകത്തെ സ്നേഹിക്കുക, ലോകത്തിനോട് നമുക്കൊരു കടപ്പാടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക, അങ്ങനെ ജീവിക്കുക. അങ്ങനെ ആയാൽ ഈ മാനവ ലോകത്തെ നമുക്ക് സ്വർഗതുല്യമാക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ നരകതുല്യമാക്കാം. അതല്ലേ ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അതെ. പക്ഷേ ഇത് നമ്മൾ ആരോട് പറയാൻ, ആര് മനസ്സിലാക്കാൻ? ഇതൊക്കെ നമുക്കിതൊക്കെ പറഞ്ഞ് ആശ്വസിക്കാമെന്നല്ലാതെ മറ്റുള്ള ആളെ ഉപദേശിക്കാനോ ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കാനോ പോയി കഴിഞ്ഞാൽ അവരുടെ വിരോധം സമ്പാദിക്കേണ്ടി വരും. അത് മാത്രമല്ല, ആത്മീയത നമ്മൾ ഒരുപാട് ഓരോരുത്തരുടെ വിശ്വാസമാണ് ദൈവവിശ്വാസം എന്ന് പറയുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നിനക്കറിയാമോ, കോവിഡ് കാലം നമ്മൾ അതിജീവിച്ചത്. കോവിഡ് വന്നപ്പോഴത്തേക്കും സ്കൂളും കോളേജുകളും ബാക്കി അടച്ചിടുകയും സാമൂഹിക അകലം പാലിക്കുകയും ചെയ്താൽ ഇതിൽ രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് കുറേ കാലം നമ്മൾ കാത്തിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന, ആരാധിക്കുന്ന, നമ്മളെ കാത്തുരക്ഷിക്കുന്ന വിശ്വസിക്കുന്ന ദൈവം പോലും കോവിഡിന് മുമ്പിൽ നിസ്സഹായരായി. ഓർമ്മയില്ലേ? അമ്പലം അടച്ചിട്ടു, പള്ളി അടച്ചിട്ടു, ഒന്നുമില്ല. അപ്പോൾ കോവിഡ് ദൈവത്തിനേക്കാൾ വലുതായ? അല്ല, എൻ്റെ സംശയം അതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു അക്ഷരവിശ്വാസിയാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതിനാണ് മുൻതൂക്കം കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അക്ഷരബ്രഹ്മത്തെ, അക്ഷരപുരുഷൻ, ഉപനിഷത്തിനെ. നീ പറഞ്ഞ സമൂഹത്തിന് നന്മ ചെയ്യുക, ലോകത്തെ സ്നേഹിക്കുക, ശരി, അത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഒരു പരിധിക്ക് അപ്പുറമുള്ള വിശ്വാസം കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? എന്നാലേ ലോകം നന്നാവൂ. ലോകത്തുള്ള എല്ലാവരും ഒരുപോലെ വിചാരിക്കണ്ടേ?
അത് സാധ്യമല്ലല്ലോ. യേശു ക്രിസ്തു, ശ്രീകൃഷ്ണനും മുഹമ്മദ് നബിയൊക്കെ ഓരോ ആളുകളല്ലേ. ആണ്, ശരി. അന്നത്തെ അവതാരങ്ങൾ അന്നത്തെ ജനങ്ങളെ സ്വാധീനിക്കുകയും അവരതനുസരിച്ച് ജീവിക്കുകയും അവർക്ക് നന്മ കിട്ടിയിട്ടും ഉണ്ടാകാം. പക്ഷേ ഇത് കലികാലം, കലിയുഗത്തിൽ ഇതൊന്നും നേരാവണ്ണം നടക്കൂല. നീ എന്ത് ആത്മീയത പറഞ്ഞാലും അല്ലേ, നിന്റെ അഭിപ്രായം എന്താണ്? ആത്മീയതയ്ക്കൊക്കെ ഒരു പരിധി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറം അതിന് ഫലമില്ല. ഇപ്പോഴാണ് അമ്പലങ്ങളിലും ചർച്ചുകളിലും ഇതിലൊക്കെ കൂടുതൽ ആളുകൾ തിരക്കി കയറണം. ആണ്, ഫലമില്ലെങ്കിലും തിരക്കൊക്കെ ഇപ്പോഴാണ്. ആണല്ലോ, നേരത്തെ ഒരു അഭയസ്ഥാനം കണ്ടെത്തുകയാണ് അവർ. മനസ്സിലായി. ദ്വാപരയുഗത്തില് കൃഷ്ണന്റെ കാലത്ത് അമ്പലങ്ങളൊന്നും അധികമായിട്ട് ഇല്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഞാൻ അറിഞ്ഞിട്ടുള്ളത്, വായിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴും ലോകം മുഴുവൻ ഇപ്പൊ അമ്പലങ്ങളും പള്ളികളും ഇതൊക്കെയാണല്ലോ, വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു പള്ളിയിൽ ഒരു ഉത്സവം വന്നാൽ എന്തുമാത്രം ജനം തിരക്കുന്നു, അതേപോലെ തന്നെ അമ്പലത്തിൽ, ഒരു മുസ്ലിം ദേവാലയത്തിൽ എല്ലാം ഇപ്പം വിശ്വാസികൾ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എനിക്കും അത്രേ പറയാനുള്ളൂ. ഇതൊക്കെ നമുക്ക് പറഞ്ഞ് സംസാരിച്ച് സ്വയം ആശ്വസിക്കാം, അത്രേ പറ്റൂ. പിന്നെ നമുക്ക് കുടുംബ വീട്ടിലൊന്ന് പോകണ്ടേ? പണ്ട് എത്ര നാൾ പോയതാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. പോവാമോ? നമുക്ക് ഇന്നാവുമ്പോൾ സമയമുണ്ട്, പോവാം. എങ്ങനെ ഇരുന്ന വീടാണിത്? നമുക്കിത് പഴയ പോലെ ആക്കി എടുക്കണ്ടേ ശിവകുമാറേ? ശരിയാണ്, എനിക്കിനി ഇവിടേക്കാണ് മടങ്ങി വരേണ്ടത്. പക്ഷെ എങ്ങനെ കിടന്ന സ്ഥലമാണ്, കാടായി പുറംപോക്കായി. നമ്മളെ കുട്ടിക്കാലം പണ്ടിത് ഒരു നല്ല വീതിയുള്ള വഴിയായിരുന്നു. ഇപ്പോൾ ഒരാളിന് പോലും വരാൻ വയ്യാത്ത ഒരു വഴിയായി. വീട് നശിച്ചു പോയി. ആളിന് പോലും താമസിക്കാൻ കഴിയാത്ത രീതിയായി കിടക്കുകയാണ്. ഞാൻ ഈ ഭവനത്തിലായിരുന്നപ്പോഴാണ് എൻ്റെ 7ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചത്. അമ്മയുണ്ടായിരുന്നു, അനുജനുണ്ടായിരുന്നു, നല്ല കാര്യങ്ങൾ പലതും ചെയ്തു. ഈ ഭവനം എനിക്ക് സുന്ദരമായിരുന്നു. ശിവകുമാറേ, നീ എന്താ വിചാരിച്ചേ സുഹൃത്തുക്കളെ കുറിച്ച്? ഞങ്ങളുണ്ട് കൂടെ, ഉറപ്പായിട്ട് ഞങ്ങൾ സുഹൃത്തുക്കൾ കൂടെ ഉണ്ട്.